നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. കുഞ്ഞുങ്ങളോട് ലോകത്തിൽ ഏതൊരു മനുഷ്യനും വളരെയേറെ വാത്സല്യം തോന്നും. അവർ ആപത്തിൽ കൂടി പെട്ടുകഴിഞ്ഞാലോ അങ്ങേയറ്റത്തെ വാത്സല്യം ഉണ്ടാവും. ഏതു പ്രകാരത്തിലും ഓടിച്ചെന്നിട്ട് രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. ആദ്യം അങ്ങോട്ടേ പോവുള്ളൂ ആപത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓടി വന്നു എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ സ്നേഹബുദ്ധിയെ നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു കൊള്ളണം എന്ന് അർത്ഥം. അവരോട് വിരോധം വേണ്ട, കൗരവന്മാരോട് വിരോധം വേണ്ട എന്ന് വളരെ സ്പഷ്ടമായിട്ട് തൻ്റെ ആ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും വ്യാസൻ അവരെ ബോധിപ്പിച്ചു. എന്നിട്ട് സത്യവതിയുടെ പുത്രനായിരിക്കുന്ന വ്യാസൻ തുടർന്ന് മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് തൻ്റെ മരുമകളായിരിക്കുന്ന കുന്തിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. കുന്തിയും ആശ്വാസയത് പ്രഭുവായിരിക്കുന്ന ഇവർക്കെല്ലാവർക്കും ഒരുപോലെ തന്നെ പിതാവും പിതാമഹനും ഒക്കെ ആയിരിക്കുന്ന ഈശ്വരനായിരിക്കുന്ന ഗുരുനാഥനായിരിക്കുന്ന എല്ലാ അർത്ഥങ്ങളും ആ ശബ്ദത്തിനകത്ത് കിടപ്പുണ്ട്. അദ്ദേഹം കുന്തിയെയും ആശ്വസിപ്പിച്ചു. വ്യാസൻ കുന്തിയോട് പറഞ്ഞു, ജീവത് പുത്രി സുതസ്തേയം ധർമ്മനിത്യോ യുധിഷ്ഠിര. അവരെ 5 പേരെയും കുറിച്ച് വ്യാസൻ കുന്തിയോട് പറയുകയാണ്. തൻ്റെ മക്കൾ മര്യാദക്കാരായ മക്കൾ, സൽഗുണസമ്പന്നന്മാരായ മക്കൾ, അവരുടേതല്ലാത്തതായ കുറ്റം കൊണ്ട് ചതിക്കപ്പെട്ട് കാട്ടിൽ ഇത്ര ഭീകരമായൊരു വിപത്തിൻ്റെ മധ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു അമ്മയ്ക്കും വളരെയേറെ ദുഃഖമുണ്ടാകും. അവരുടെ ഭാവിയെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠയുണ്ടാകും. എപ്പോഴും അച്ഛനമ്മമാർക്ക് മക്കളുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകും. അവർ പഠിച്ച് മിടുക്കന്മാരായി മിടുക്കിമാരായി നല്ല നിലയിൽ സുരക്ഷിതമായ സ്ഥാനത്ത് സുരക്ഷിതമായൊരു ജീവിത സാഹചര്യത്തിൽ സ്വതന്ത്രമായ ജീവിത സാഹചര്യത്തിൽ തൻകാലിൽ നിൽക്കുവാൻ ശേഷിയുള്ളവരായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ എത്തിച്ചേരുന്നു എന്ന് അറിയാൻ വേണ്ടി അവർ എപ്പോഴും ഉത്കണ്ഠപ്പെടും. അവിടെ എത്തുന്നതുവരെ ഉത്കണ്ഠയാണ്. അത് കഴിഞ്ഞാലും അവർക്കൊരാപത്തും വരരുതേ എന്നുള്ളതായ പ്രാർത്ഥന എപ്പോഴും തൻ്റെ മക്കളുടെ നേരെ അച്ഛനമ്മമാർ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യ സഹജമാണ്. ഇങ്ങനെയുള്ള അവസരത്തിൽ ആ അമ്മയുടെ മനസ്സിൽ ഉണ്ടാകാവുന്ന ദുഃഖം നന്നായിട്ട് വ്യാസനറിയാം. അതുകൊണ്ടാണ് വ്യാസൻ ആ ദുഃഖത്തെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകാരത്തിൽ സംസാരിച്ചു തുടങ്ങുന്നത്. അല്ലയോ കുന്തി, നിൻ്റെ മക്കൾ എല്ലാ പ്രകാരത്തിലും നല്ല കുഞ്ഞുങ്ങളാണ്. ഒരു രീതിയിലും അവർ നഷ്ടപ്പെട്ടു പോവില്ല, നശിച്ചു പോകില്ല, പതിച്ചു പോകില്ല. അതിൻ്റെ കാരണം ഞാൻ നിന്നെ കേൾപ്പിക്കാം. ഈ നിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തവനായിരിക്കുന്ന ഈ യുധിഷ്ഠിരനുണ്ടല്ലോ, അവൻ ധർമ്മനിത്യനാണ്. അവൻ എപ്പോഴും ധർമ്മത്തിൽ തന്നെ എല്ലാ നാളും ഒരു വ്യത്യാസവും കൂടാതെ ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവനാണ്. ഒരു കാരണവശാലും ധർമ്മത്തിൽ നിന്നിട്ട് അവൻ വ്യതിചലിക്കില്ല. അതുകൊണ്ടാണ് അവനെ ധർമ്മപുത്രൻ എന്ന് പറയുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ആ യുധിഷ്ഠിരൻ ഇതാ ജീവനോടുകൂടിയിരിക്കുന്നു. നിൻ്റെ മക്കളെല്ലാം ജീവനോടുകൂടിയിരിക്കുന്നു. ജീവത് പുത്രി, ആ സംബോധന വളരെയേറെ അർത്ഥവത്താണ്. ഇത്രയേറെ വലിയ വിപത്തുണ്ടായിട്ടും അരക്കില്ലത്തിൽ പെട്ടുപോയിട്ടും കാട്ടിൽ ഭയങ്കരമായ രാക്ഷസന്മാരുടെ മുമ്പിൽ ചെന്ന് പെട്ടിട്ടും നിൻ്റെ മക്കൾക്ക് ആർക്കും യാതൊരു കുഴപ്പവും വന്നില്ലല്ലോ. അതുകൊണ്ട് നീ ഭാഗ്യവതിയാണ്.
നിൻ്റെ മക്കളെല്ലാം സുഖമായിരിക്കുന്നു. ഇപ്പോൾ കാനനവാസത്തിലാണ് എന്നുള്ളതിൻ്റേതായ ഒരു ക്ലേശമുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ നീ ഭാഗ്യവതിയാണ്. നീ ജീവിച്ചിരിക്കുന്ന കരുത്തന്മാരായ മക്കളോട് കൂടിയവരാണ്. അതിൽ മൂത്തവനായിരിക്കുന്ന യുധിഷ്ഠിരൻ ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്. അവൻ എന്തു ചെയ്യുന്നറിയോ? അവൻ എന്നും ഈ കാട്ടിൽ കിടക്കാൻ പോകുന്നവനല്ല. നിന്റെ മക്കൾ ആരും തന്നെ കാട്ടിൽ കിടന്ന് ക്ലേശിക്കാനുള്ളവരല്ല. ഇത് താൽക്കാലികമായ ഒരവസ്ഥ മാത്രം. സമയം എന്നുള്ളത് നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ആ പ്രവാഹത്തിൽ പല പ്രകാരത്തിലുള്ളതായ സാഹചര്യങ്ങൾ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലുമുണ്ടാകും. അതിന് കർമ്മബന്ധങ്ങളാണ് കാരണം. ആ കർമ്മബന്ധങ്ങൾ മൂലം സമയത്തിൻ്റെ ആനുകൂല്യവും പ്രാതികൂല്യവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. സമയം പ്രതികൂലമായി നിൽക്കുമ്പോഴേക്കും കർമ്മബന്ധങ്ങളിൽ പലതും പ്രതികൂലമായിട്ടും കടന്നു വന്നു എന്ന് വരാം. അങ്ങനെയുള്ളൊരു താൽക്കാലികമായൊരവസ്ഥ. കാലം പ്രവഹിക്കുമ്പോഴേക്കും ഇതെല്ലാം പെട്ടെന്ന് മാറിപ്പോകും. ഈ യുധിഷ്ഠിരന് എന്തായിത്തീരുമെന്നറിയോ? അതുകൊണ്ട് നീ ഇത് മനസ്സിലാക്കിയിട്ട് നീ സമാധാനിക്കണം. ധർമ്മേണ പൃഥിവീം ജിത്വ മഹാത്മാ പുരുഷർഷഭ. മനുഷ്യരുടെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠനാണ് ഈ യുധിഷ്ഠിരൻ. നാട്ടുകാരെല്ലാം അവനെ ബഹുമാനിക്കും. ലോകം മുഴുവൻ അവനെ ബഹുമാനിക്കും. 1000 ആണ്ടുകൾ ചെന്നാലും ലോകം അവനെ ഓർക്കും, അവനെ ആദരിക്കും. അങ്ങനെയുള്ള മഹാത്മാവാണ് ഈ യുധിഷ്ഠിരൻ എന്നറിഞ്ഞുകൊള്ളണം. ഇങ്ങനൊരു മകനെ നിനക്ക് ലഭിച്ചത് നിന്റെ പരമഭാഗ്യമാണ് എന്നും അറിഞ്ഞുകൊള്ളണം. അവൻ ഈ ഭൂമിയെ മുഴുവൻ ജയിക്കും. പൃഥിവീം ജിത്വ, ഭൂമിയെ മുഴുവൻ ജയിക്കും. എങ്ങനെ? ആയുധം കൊണ്ടാണോ? അല്ല, ധർമ്മേണ, ധർമ്മത്താൽ. നിരന്തരം ധർമ്മമാചരിച്ച് ലോകത്തിലെ എല്ലാവർക്കും സുഖവും ശാന്തിയും സമൃദ്ധിയും പകർന്നു കൊടുത്തുകൊണ്ട് ധർമ്മ ആചരണത്താൽ അവൻ ലോകത്തിൻ്റെ ഹൃദയത്തെ മുഴുവൻ നേടിയെടുക്കും. എല്ലാവരും അവനെ ആദരിക്കും. അങ്ങനെ അവൻ ചക്രവർത്തിയാകും. അജാതശത്രുവായ ചക്രവർത്തി, ശത്രുക്കളില്ലാത്തവനായ ചക്രവർത്തി. ബാക്കി ചക്രവർത്തിമാരെല്ലാം ആയുധം കൊണ്ട് ചക്രവർത്തി പദം പിടിച്ചെടുക്കുന്നതാണ്. അത് കുറേ നാൾ കഴിയുമ്പോഴേക്കും നഷ്ടപ്പെട്ടും പോകും. കാരണം കൂടുതൽ ബലമുള്ള ഒരുത്തൻ വരുമ്പോഴേക്കും നേരത്തെ ലഭിച്ച ചക്രവർത്തി പദം നഷ്ടപ്പെട്ടു. അത് ശാശ്വതമല്ല, ആയുധം കൊണ്ട് കൈവരിക്കുന്ന ചക്രവർത്തി പദം. ഇതങ്ങനെയല്ല. ധർമ്മം കൊണ്ട് ലോകത്തിൻ്റെ മനസ്സിനെ മുഴുവൻ നേടുന്നു. അങ്ങനെ അവൻ ലോകചക്രവർത്തിയായിട്ട് ഈ പുരുഷശ്രേഷ്ഠൻ വാഴും. പൃഥിവിയാം പാർത്ഥിവാൻ സർവാൻ പ്രശാസിഷ്യതി ധർമ്മരാട്ട്. ധർമ്മരാജാവായിട്ടിരിക്കുന്ന ഇവൻ, ഈ യുധിഷ്ഠിരൻ, ഈ ഭൂമിയിൽ സകല രാജാക്കന്മാരെയും ധർമ്മത്താൽ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തി അവരെയും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടി ചലിപ്പിക്കും. അങ്ങനെ എല്ലാവരെയും ധർമ്മമാർഗത്തിലൂടി നയിക്കുന്നവനായിരിക്കും. യഥാർത്ഥ ചക്രവർത്തിയായിരിക്കും ഈ യുധിഷ്ഠിരൻ എന്നറിയുക. അതിനാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥ ഓർത്തിട്ട് ഒരിക്കലും വേദനിക്കേണ്ട കാര്യമില്ല. ശ്രേയസ്സിൻ്റെ ദിനങ്ങളാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇനിയോ നിൻ്റെ ബാക്കി 4 മക്കളോ? പൃഥിവീം അഖിലാം ജിത്വ സർവാം സാഗരമേഖലാം ഭീമസേന അർജുനബലാത് ഭോക്ഷ്യതേ നാത്ര സംശയ. ഈ ഭൂമിയെ മുഴുവൻ ജയിക്കും. എങ്ങനെ? ഭീമസേനൻ്റെയും അർജുനൻ്റെയും ബലത്താൽ. അവർ രണ്ടുപേരുമാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ബലം. അധർമ്മത്തിൻ്റെ പത്തികൾ എവിടെയെങ്കിലും ഉയർന്ന് ധർമ്മത്തെ ധ്വംസിക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ, അധർമ്മ സ്വഭാവം ഏറി നിൽക്കുന്ന ആളുകൾക്ക് ധർമ്മത്തിൻ്റേതായ മാധുര്യമൂറുന്ന വാക്കുകൾ ഹൃദയത്തിൽ പതിഞ്ഞു എന്ന് വരില്ല. അവരത് മനസ്സിലാക്കിയെന്ന് വരില്ല. അവരത് ഉൾക്കൊണ്ടു എന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോഴേക്കും ധർമ്മയുദ്ധത്തിൻ്റെ ആ ഒരു പ്രക്രിയ വേണ്ടിവരും. അവരെ കീഴ്പ്പെടുത്തി ധർമ്മബന്ധാവിലേക്ക് കൊണ്ടുവരാനായി. അതിന് ഈ യുധിഷ്ഠിരന് കരുത്തായിട്ട് ഭീമസേനനുണ്ട്, അർജുനനുണ്ട്. അവർ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ജയിക്കും. അധാർമികന്മാരായിട്ടുള്ള രാജാക്കന്മാരെ മുഴുവൻ കീഴ്പ്പെടുത്തും. സമുദ്രം മേഖലയായിട്ടുള്ള അരഞ്ഞാണായിട്ടുള്ള ഈ ഭൂമിയെ മുഴുവൻ അവർ കീഴ്പ്പെടുത്തും. സാഗരമേഖലാം,
അങ്ങനെ സമുദ്രപര്യന്തമുള്ള സമുദ്രമരഞ്ഞാണായിട്ടുള്ള ഈ ഭൂമിയെ മുഴുവൻ കീഴ്പ്പെടുത്തിയിട്ട് ഈ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിട്ട് യുധിഷ്ഠിരനെ അവർ ആദരിക്കും. അങ്ങനെ യുധിഷ്ഠിരൻ അനുജന്മാരുടെ ബലത്താലും തൻ്റെ ബലത്താലും തൻ്റെ ധർമ്മബുദ്ധിയാലും ധർമ്മനിഷ്ഠയാലും ലോകത്തെ മുഴുവൻ ധർമ്മപന്ഥാവിലൂടെ നയിച്ച് സുചിരം സുഖമായി വാഴും എന്നറിഞ്ഞുകൊള്ളുക. പുത്രാസ്തവച മാദ്രിയാശ്ച സർവയേവ മഹാരഥാഹ. അല്ലയോ കുന്തി, നിൻ്റെ മക്കളും യുധിഷ്ഠിരനും ഭീമനും അർജുനനും, അതേപോലെ മാദ്രിയാശ്ച മാദ്രിയുടെ മക്കളും നകുലനും സഹദേവനും, ഇവർ 5 പേരും നിൻ്റെ മക്കൾ തന്നെയാണ്, നിൻ്റെ മക്കളായിട്ട് തന്നെയാണ് നീ കരുതുന്നത്. മാത്രമല്ല മാദ്രിയുടെ മക്കളോടാണ് നിനക്ക് വാത്സല്യം ഏറെ. ഇതൊക്കെ എനിക്കറിയാം. അതൊക്കെ വ്യാസൻ്റെ ആ വാക്കുകൾക്കകത്ത് കിടപ്പുണ്ട്. ഇവരെല്ലാവരും സർവയേവ മഹാരഥാഹ, ഇവരെല്ലാവരും മഹാരഥന്മാരാണ്, അർത്ഥരഥന്മാരല്ല, മഹാരഥന്മാരാണ്. ഇനി ഒരു അവസരത്തിൽ മഹാരഥനെയും അർത്ഥരഥനെയും ഒക്കെ നമ്മൾ തിരിച്ചറിയും, അവരുടെ ലക്ഷണമൊക്കെ തിരിച്ചറിയും. കർണൻ അർത്ഥരഥൻ മാത്രമാണെന്ന് ഭീഷ്മൻ പറയുന്നത് ഭീഷ്മപർവത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണും. അതിൻ്റെ പേരിലാണ് കർണൻ ഭീഷ്മനോട് പിണങ്ങി, ഈ കിഴവൻ തകർന്നല്ലാതെ, ഈ കിഴവൻ ഈ യുദ്ധത്തിൽ വീണല്ലാതെ ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിന്നത്. 10 ദിവസം മാറി നിന്നു. 10-ാം ദിവസം വൈകിട്ടാണ് ഭീഷ്മൻ വീണത്. അതിനുശേഷമാണ് കർണൻ രംഗത്തിറങ്ങുന്നത്. 10 ദിവസം കർണൻ രംഗത്ത് നിന്നിട്ട് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ ആ സന്ദർഭത്തിൽ നമ്മൾ മഹാരഥന്മാരെയും അതിരഥന്മാരെയും ഒക്കെ, അതേപോലെ ഈ അർത്ഥരഥന്മാരെയും ഒക്കെ വേർതിരിച്ചറിയും. നിൻ്റെ ഈ മക്കൾ 5 പേരും മഹാരഥന്മാരാണ് എന്നറിഞ്ഞുള്ള സ്വരാഷ്ട്രേ വിഹരിഷ്യന്തി സുഖം സുമനസ സദാ. ഇവർ പ്രസന്നചിത്തന്മാരായിട്ട്, തെളിഞ്ഞ മനസ്സോടുകൂടിയവരായിട്ട്, ശാന്തമായ മനസ്സോടുകൂടിയവരായിട്ട് എപ്പോഴും സ്വന്തം രാജ്യത്തിൽ അവരെ ചോദ്യം ചെയ്യാനായിട്ട് വേറെ ആരും ഉണ്ടാവില്ല. അവരുടെ അധികാരത്തെ ആരും എതിർക്കില്ല. സ്വന്തം രാജ്യത്തിൽ സസുഖം അവർ വാഴും. ഇത് നിനക്ക് കാണാനാകും. അതുകൊണ്ട് നിൻ്റെ ഈ ദുഃഖത്തെ അലയോ കുന്തി നീ പരിപൂർണമായിട്ടും മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചുകൊള്ളുക എന്ന് മാത്രമല്ല, ഇനിയോ ഈ യുധിഷ്ഠിരൻ്റെയും അതേപോലെ അനുജന്മാരുടെയൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടുകൊള്ളൂ. യക്ഷ്യന്തിജ നരവ്യാഘ്ര നിർജിത്യ പൃഥ്വീമിമാം രാജസൂയ അശ്വമേധാദ്യൈഹി ക്രതുഭി ഭൂരിദക്ഷിണൈഹി. ഈ രാജകുമാരന്മാർ യുധിഷ്ഠിരനെ മുൻനിർത്തിയിട്ട്, ഈ യുധിഷ്ഠിരൻ അനുജന്മാരോടൊപ്പം എന്ത് ചെയ്യുന്നറിയോ? അനേകം മഹത്തരങ്ങളായിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യും, രാജസൂയം ചെയ്യും, അശ്വമേധം ചെയ്യും. അങ്ങനെയുള്ളതായ വേദവിധിപ്രകാരമുള്ളതായ 100 യജ്ഞങ്ങളുണ്ട്. ആ യജ്ഞങ്ങളെല്ലാം ചെയ്യും. ലോക കല്യാണപ്രദമായിട്ടുള്ളവയാണ് യജ്ഞങ്ങൾ. ലോകമംഗളത്തിന് വേണ്ടിയിട്ടാണ് അവ നിർവഹിക്കുന്നതും. അതെല്ലാം വിധിപ്രകാരമായിട്ട് ഗുരുക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് ഈ മഹാരാജാവായ യുധിഷ്ഠിരൻ അനുജന്മാരുടെ സഹായത്തോടു കൂടിയിട്ട് ഭംഗിയായിട്ട് ഈ ക്രതുക്കളെല്ലാം, യജ്ഞകർമ്മങ്ങളെല്ലാം, ഹോമാദികളെല്ലാം ഭംഗിയായി നിർവഹിക്കും. അത് വളരെയേറെ ദക്ഷിണ എല്ലാവർക്കും നൽകുന്ന യജ്ഞങ്ങളുമായിരിക്കും. ഭൂരിദക്ഷിണൈഹി, വളരെയേറെ സമ്പത്ത് ഋത്വിക്കുകൾക്കും അതേപോലെ തന്നെ അതിൽ സഹകരിക്കുന്ന എല്ലാവർക്കും, അത് കാണാനായി വന്നു ചേരുന്ന നാനാ ഗ്രാമ നഗര ദേശ നിവാസികളായിട്ടുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും വാരിക്കോരി ദാനം ചെയ്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ചക്രവർത്തിയായിരിക്കും ഈ യുധിഷ്ഠിരൻ എന്നറിഞ്ഞുകൊള്ളുക. അനുഗ്രാഹ്യ സുഹൃദ്വർഗം ഭോഗൈശ്വര്യം സുഖേനച്ച പിതൃപൈതാമഹം രാജ്യം ഇമേ ഭോക്ഷ്യന്തി തേ സുതാഹ. നിൻ്റെ ഈ മക്കൾ ഈ ലോകത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് സുഹൃദ് വർഗത്തെ, സുഹൃത്തുക്കളുടെ സമൂഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട്, അവർക്ക് ഈ ലോകത്തിൽ സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അവരെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട്, എങ്ങനെ അവരെയൊക്കെ അനുഗ്രഹിക്കുക?
നാനാതരത്തിലുള്ളതായ സുഖങ്ങളെയും ഐശ്വര്യത്തെയും സ്ഥാനമാനങ്ങളെയും സമ്പത്തിനെയും എല്ലാം അവർക്ക് നൽകി അവരെയെല്ലാം സംരക്ഷിച്ച് അവരെയെല്ലാം സന്തോഷിപ്പിക്കും, അവരെയെല്ലാം അനുഗ്രഹിക്കും. അങ്ങനെ എല്ലാ പേരെയും അനുഗ്രഹിച്ചുകൊണ്ട് പിതൃപൈതാമഹമായി കൈവന്നിരിക്കുന്നതായ ഈ രാജ്യമുണ്ടല്ലോ, ഹസ്തിനാപുരത്തിലെ സിംഹാസനം, അത് ആ രാജ്യത്തിൻ്റെ മുഴുവൻ കേന്ദ്രബിന്ദുവാണ്. അതിൻ്റെ പ്രതീകമാണ് ആ സിംഹാസനം. ആ രാജാധികാരത്തിൻ്റെ ചന്ദ്രവംശമാണ്. പവിത്ര സ്വഭാവരായ രാജാക്കന്മാരുടെ ജന്മം കൊണ്ട് പ്രശസ്തമാണ് ഈ വംശം. പൂരുവിനെയും അതേപോലെ തന്നെ ഭരതനെയും പോലുള്ള രാജകുമാരന്മാർ, മഹാരാജാക്കന്മാർ, ചക്രവർത്തിമാർ, അവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ വംശം. അങ്ങനെ അവരിലൂടെ ലഭിച്ചതായ ഈ രാജ്യം ആ പാരമ്പര്യത്തെ വളരെയേറെ പ്രശംസനീയമായി നിലനിർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടും നിന്റെ മക്കൾ തേ സുതാഹ, നിന്റെ മക്കൾ ഈ രാജ്യത്തെയും ലോകത്തെയും അനുഗ്രഹിക്കും, രക്ഷിക്കും, നാടുവാഴും എന്ന് നീ അറിഞ്ഞുകൊള്ളു. അതിനാൽ ആ ഭാഗ്യം ഇതാ വരാൻ പോകുന്നു, നീ ഒരിക്കലും വേദനിക്കരുത്.